السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا مولانا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم صلى الله عليه وعلى آله وصحبه حق القدر العظيم. أما بعد، بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله. صدق الله المولانا العظيم. أدبوا أولادكم على 3 خصال: حب نبيكم وحب أهل بيته وقراءة القرآن. صدق رسول الله صلى الله عليه وسلم. ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ നിങ്ങളെ മക്കൾ നിങ്ങൾ പഠിപ്പാട്ടു 3 കാര്യത്തെ. ಅಂದರೆ ಒಂದು ಹುಬ್ಬಿನ್ ನಬಿಗೂ ಅಲ್ಲಾಹ್ ರಸೂಲುಳ್ಳ ಪಿರ್ಸ ಪ್ರವಾದಿ ಪ್ರೇಮ. ಹುಬ್ಬಿನ್ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ, ഇത് അള്ളാഹ് റസൂൽ സല്ലല്ലാഹു അലൈഹി അള്ളാഹ് റസൂലാൻ അള്ളാഹ് റസൂൽ അങ്ങേറ്റം പിരിച്ചു വെക്കുന്നു. അതുകൊണ്ട് അള്ളാഹു ചെന്ന് കുല്ലിൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നബിയെ ചൊല്ലൂ, ഇൻകൊണ്ടും തുഹിബ്ബൂനല്ലാഹ്, അള്ളാഹുടെ അറിവുള്ള സ്വീകരണത്തിൻ്റെ ഫത്തബിഊനി, നൻ്റെ നിങ്ങൾ ഫാലോ ആക്കറൂ എന്ന് നിങ്ങൾ ചെല്ലൂർ എന്ന് അള്ളാഹ് ചെന്ന് ഖുർആനിൽ. അപ്പോൾ അള്ളാഹു റസൂലിൻ്റെ അങ്ങേറ്റം പിരിച്ചുവെക്കണം. ഹുബ്ബിൻ നബിയ്യിക്കും, അള്ളാഹു റസൂലിൻ്റെ ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രധാന ഈമാൻ്റെ ലക്ഷണം. എന്താ? അള്ളാഹു റസൂലിലുള്ള പിരിസ. അത് ചെറുതിലെ ഉമ്മമാർ ഫസ്റ്റ് വഴിപാട് അള്ളാഹു റസൂൽ ആർഡറാക്കിയ മുതലേ അള്ളാഹു റസൂൽ ഉമ്മയോട് ചെന്നെന്തോ അള്ളാഹു റസൂലിൻ്റെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചറായ മക്കത്തറായ ചെറുതുക്കുമ്പത്തിയെ പഠിപ്പാടിയിട്ട് ഉമ്മമാർ അള്ളാഹു റസൂലിൻ്റെ പെരുസത്തെ വോൾട്ടേജ് ആറാക്കോ ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ നബി ഞങ്ങൾ എല്ലാ പോക്കും വാക്കും നിർത്തും ഞങ്ങൾക്കടതെല്ലാ പ്രവൃത്തിയിൽ അള്ളാഹു റസൂൽ അങ്ങേറ്റം ഞങ്ങൾ പിരിച്ചു വെക്കണായിട്ടായിട്ട് ഞങ്ങളെ മക്കെന്താ വിടാറ്? അള്ളാഹു റസൂലിനെ പിരിച്ചു വെക്കിടാറ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ആറ് നിങ്ങൾ മുഅ്മിനാവില്ല നബി ചെന്തല്ലേ അവിടുത്തോലോ നൻ്റെ പിരിച്ചു വെക്കിടത്തു. അങ്ങനത്തെ പിരിച്ച നിങ്ങളെ ഉമ്മം ബാപ്പടെ കാട്ടി ആരെ പിരിച്ച മക്കുക ചെറുതിലെ നിങ്ങൾ ഞങ്ങളെ കാട്ടി ആരെ പിരിച്ച ഉമ്മം ബാപ്പടെ കാട്ടി ആരെ പിരിച്ച ആരെ വെക്കണു? നബിയുടെ പിരിച്ചു വെക്കണം. കാരണം നബിയുടെ പിരിച്ചു വെച്ചാൽ ഉമ്മം ബാപ്പടെ പിരിച്ച് വെച്ച് കിടാം. നബിയുടെ പിരിച്ചു വെക്കണം. ഉമ്മം ബാപ്പടെ കാട്ടി ആരെ പിരിച്ച മക്കളെ കാട്ടി ആരെ പിരിച്ച മക്കളെ എത്ര പിരിച്ചു വെക്കിടാറ് ഉമ്മമാർ ബാപ്പന്മാർ. സുബ്ഹാനല്ലാഹ്, ഒരു മിറ്റിയില്ല ലാഭമില്ലാണ്ട് ഒരൊറ്റ സ്വറാക്കിടാണ്ട് മക്കളെ വളർത്തണം. ലാഭത്ത് ഒരൊറ്റ നിരീക്ഷ ഓറുമ്പും ബാപ്പം വെക്കണമില്ല. അത് ലാഭം കിട്ടണം. ലാഭമില്ലാണ്ട് ഒരൊറ്റ സ്വാരി ആറും ആക്കല്ല. ലാഭത്തെ നിരീക്ഷയില്ലാണ്ട് ആക്കടോ സറൗണ്ടിങ്ങിൽ എന്തോ മക്കളെ വളർത്തണം. അത് ലാഭത്തിൻ്റെ ഇരിക്കടമേ ഇല്ല. ഉമ്മം ബാപ്പന്മാർ അത്ര പിരിച്ചുവെക്കിടാറ്. അതിനെ കാട്ടി ആരെ പിരിച്ചുവെക്കണം? ആരെ? അള്ളാഹു റസൂലിൻ്റെ പിരിച്ചുവെക്കുന്നു എന്ന് ചെറുതിലെ ഞങ്ങൾ പോഷകരായ ബാപ്പ ഉമ്മ പ്രായോഗികമായിട്ട് പ്രാക്ടിക്കലായിട്ട് ഞങ്ങൾ പഠിപ്പാട്ടണം. ക്രിയാത്മകമായിട്ട് ഞങ്ങൾ പഠിപ്പാട്ടൊക്കെ തയ്യാറായിട്ട് എന്താവണം? അള്ളാഹു റസൂലിൻ്റെ അങ്ങേറ്റം പിരിച്ചുവെക്കിടാറ്. അള്ളാഹു റസൂൽ പിരിച്ചുവെക്കിടാറ്. അള്ളാഹു റസൂൽ പിരിച്ചു വെച്ച മക്ക ഒരൊറ്റ മക്ക പോലും ഉമ്മം ബാപ്പ ചെല്ലടമേ ഇല്ല. ഉമ്മം ബാപ്പടെ എന്താക്കിടാറങ്ങ രാജാവ് അക്കടാറ് ഔത്തണം, ബാദുഷാ അക്കടാറങ്ങ എല്ലാ വിഷയവും അങ്ങനെ ഓർഡർ പ്രകാരമുണ്ട്. അങ്ങ് ഇഷ്ടം നിലക്കല്ലാണ്ട് അങ്ങ് അനിഷ്ടമായ നിലക്ക് ഒരൊറ്റ കാര്യ ഒന്നാക്കുടമേ ഇല്ല. എന്തുകൊണ്ട്? ദീനിയായ ഇൽമ് ഇന്നത് കൊണ്ട്. ദീനിയായ ഇൽമ് ബാപ്പ കൊടുത്തല്ലേ ധാരാളം. ഉമ്മടങ്ങനെ ബഹുമാനിക്കണം, ബാപ്പടങ്ങനെ ബഹുമാനിക്കണം. ആ ബഹുമാനം കൊണ്ട് അള്ളാഹു റസൂലിനെ പിരിച്ചു വെക്കണം. ബഹുമാനം കൊണ്ടും അള്ളാഹു റസൂലിനെ പിരിച്ചു വെക്കണം. കാരണം അള്ളാഹു റസൂൽ ഹയ്യസ്റ്റ് കണക്കടക്കാട്ടി ആരെ പിരിച്ചു വെക്കുന്നുണ്ടെങ്കിലും അള്ളാഹു റസൂൽ അതിലൊന്ന് എന്നാൽ ചെന്നാൽ ഹുബ്ബി അഹ്ലി ബൈത്തിലോട്ടുള്ള പിരിച്ച. അത് എങ്ങനെ ചെന്നാൽ അള്ളാഹു റസൂലിൻ്റെ കുടുംബക്കാരായിട്ടുള്ള പിരിച്ച. ആ പിരിച്ച ഇങ്ങനെ ആറാണ്ടിന് അള്ളാഹു റസൂലിനെ പിരിച്ചു വെച്ചവരെ അള്ളാഹു റസൂൽ എല്ലാ വിഷയത്തിനും അള്ളാഹു റസൂലിനെ പിരിച്ചു വെക്കണം. അള്ളാഹു റസൂലിനെ പിരിച്ച ഫർളത് ആർക്ക്? അതുകൊണ്ട് അള്ളാഹു ഫർളാക്കിയോ എന്തെങ്കിലും ഹയ്യസ്റ്റ് ആരെ പിരിച്ചു വെക്കിടാറ് അങ്ങനെ ഫാലോ ആക്കിടാറ്. അതുകൊണ്ട് അള്ളാഹു ഫാലാക്കിയ അള്ളാഹു എന്താക്കിയ ഫർലാക്കിയ നബിയോട്ട് ഫിർസുകൾ ഫർദ്
അപ്പോൾ ഞങ്ങൾ എന്താണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ എപ്പോൾ എല്ലാ പ്രവൃത്തികളും ഞങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിനെ മറക്കുകയില്ല. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആക്കിയ പ്രവൃത്തി പ്രകാരം ഞങ്ങൾ കൈവിടെ പരമാവധി ആക്കിയാണ്ടിട്ട് ആ നബിയും സന്തോഷാവും ഞങ്ങൾ എന്താക്കിയപ്പോൾ ഞങ്ങളെ മക്കളും ഞങ്ങൾ പഠിപ്പാറ്റ ഹുബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ റസൂലിനെ പിരിച്ചത്തെ പഠിപ്പാറ്റ. പിന്നെ പിടിപ്പാട്ടി അതുകൊണ്ട് എന്നിട്ട് ഞങ്ങളുടെ മക്ക തന്നാലെ പ്രസവിക്കിടാറ്. ഞങ്ങളെ പ്രസവിച്ചത് കൊണ്ടും അള്ളാഹുവിൻ്റെ റസൂൽ കണക്ക് എടുത്ത് പ്രസവിച്ചത് കൊണ്ടും ഞങ്ങൾ നാല് ആഖിറത്തിൽ ഉപകാരമാവിടാറ്. ഉപദ്രാവിടമേയില്ല, ഉപദ്രാൻ ആവിടമില്ല. അങ്ങനത്തെ മക്കാണ്, സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കാണ്, സജ്ജനറാണ് ഞങ്ങളെ മക്ക. ഞങ്ങളെ മക്ക സജ്ജനാണ്. ഞങ്ങളെ മക്ക അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രസവിച്ചിട്ടെങ്കിൽ സജ്ജനറാവിട. അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രസവിച്ചത് അലാമത്ത് എന്തോ കായ വാച മനസ്സ അങ്ങേറ്റം പരമ ബഹുമാനിക്കുക അർഹരായ അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേറ്റം ബഹുമാനിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇത്തിബാക്കിടാറ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പോക്കും എന്തെല്ലാം അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യുന്നത് ഞങ്ങളെല്ലാം 24 ഗಂಟೆ എല്ലാ വിഷയത്തിലും ഞങ്ങൾ ചിരിക്കിടത് അള്ളാഹുവിൻ്റെ റസൂൽ ചിരിച്ച പോലെ. ഞങ്ങൾ കേൾക്കിടത് അള്ളാഹുവിൻ്റെ റസൂൽ കേട്ട് ഇഷ്ടപ്പെട്ടതല്ല, അള്ളാഹ് നോക്കിടത് അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടതല്ല, അള്ളാഹ് ആക്കിടത് അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടതല്ല. ഞങ്ങളെ എല്ലാ പ്രവൃത്തിയും അള്ളാഹുവിൻ്റെ റസൂൽ ഇഷ്ടപ്പെട്ടത് മാത്രം അവിടെ. അപ്പോൾ അങ്ങനെ അവിടെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ഞങ്ങൾ എല്ലാ ലോകത്തുള്ള എല്ലാത്തിനെ കാട്ടി യാറെ പിടിച്ച നിബിടെ പിടിച്ച് വെച്ചങ്ങാണ് പിടിച്ച് വെച്ചങ്ങാൻ എന്താവും. അപ്പോൾ ഞങ്ങൾ പരിപൂർണ്ണ കാമിലായ മൂമിനാണ്. കാമിലായ മൂമിൻ അവിടെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ റസൂലിനെ അങ്ങേറ്റം പ്രസവിക്കും. ആ നിബിടെ എല്ലാ രീതിയിലും ഫോളോ ആക്കും, അനുസരിക്കുന്നവനോ റോൾ മോഡൽ ആറ് അള്ളാഹുവിൻ്റെ റസൂലാക്കുക. അള്ളാഹുവേ നിൻ്റെ മഹളായ ഫضل കൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും നീ ഭാഗ്യം നൽകല്ല. ഞങ്ങളെല്ലാ പ്രവർത്തനവും സ്വീകരിക്കുക റഹ്മാൻ. നിബിടെ അങ്ങേറ്റം പ്രസവിക്കുള്ള എല്ലാ കൈവന്നങ്ങളെ മക്കൾക്കും നീ പ്രദാനം ചെയ്യുക റഹ്മാൻ. നമുക്ക് നീ പ്രദാനം ചെയ്യുക അല്ലാഹ്. ഞങ്ങളെല്ലാ സർവ്വദോഷം നീ മാഫാക്ക്. ഞങ്ങളെല്ലാ ഹസനാത്തും നീ സ്വീകരിക്കുക അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.